Hello dear students, welcome back. വീഡിയോയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസുമാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. റിനൈസൻസ് ഹാഡ് ട്രമൻഡസ് ഇൻഫ്ലുവൻസ് നോട്ട് ഓൺലി ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ബട്ട് ഓൾസോ ഇൻ സയൻസ്. അതായത് റിനൈസൻസ് നവോത്ഥാനത്തിന് ലിറ്ററേച്ചറിലും ആർട്ടിലും മാത്രമല്ല സ്വാധീനിച്ചിട്ടുള്ളത്, ശാസ്ത്രത്തിലും സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ. What was the wrong concept about the solar system before Renaissance period? Explain change happened to this concept during the Renaissance period. അതായത് റിനൈസൻസിന് മുന്നേ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചുണ്ടായ തെറ്റായ ധാരണ എന്താണ്, റിനൈസൻസ് പീരീഡിന് ശേഷം മാറിയ കൺസെപ്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എഴുതി നോക്കാം. Formerly it was believed that the earth was the center of the universe. ഈ കാലങ്ങളിൽ ആളുകൾ വിശ്വസിച്ചിരുന്നത് എർത്ത് ആണ് പ്രപഞ്ചത്തിന്റെ, യൂണിവേഴ്സിന്റെ സെന്റർ, കേന്ദ്രം എന്നാണ്. ഇൻ ദ റിനൈസൻസ് പീരിയഡ് ദിസ് ബിലീഫ് വാസ് പ്രൂവൺ ഫോൾസ്. അപ്പോൾ റിനൈസൻസ് പീരിയഡിലാണ് ഈ ഒരു ധാരണ തെറ്റാണെന്ന് തെളിയിച്ചത്. Copernicus propounded the theory of solar system and announced that the earth revolves around the sun. അപ്പോൾ കോപ്പർനിക്കസ് സൗരയൂഥ സിദ്ധാന്തം, സോളാർ സിസ്റ്റത്തിന്റെ തിയറി ആവിഷ്കരിക്കുകയും എർത്ത് ആണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്ന് പറയുകയും ചെയ്തു. ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു അല്ലെ. അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നെയിം ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഡ് ടു പ്രൂവ് ദ തിയറി ഓഫ് ദ സോളാർ സിസ്റ്റം. ഹൂ ഇൻവെന്റഡ് ഇറ്റ്? സോളാർ സിസ്റ്റം പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാനായിട്ട് സഹായിച്ച ഇൻസ്ട്രുമെന്റ് ഏതാണ്, ഉപകരണം ഏതാണ്, അതോടൊപ്പം അത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ടെലിസ്കോപ്പ് ആണ്. ഗലീലിയോ ഗലീലിയാണ് കണ്ടുപിടിച്ചത്. What was the role of Gutenberg in propagating the ideas of Renaissance? റിനൈസൻസ് നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ ഗുട്ടൻബർഗിന്റെ പങ്ക് എന്തായിരുന്നു? It became easier to propagate the Renaissance ideas widely among the masses with the invention of the printing press by Gutenberg. അതായത് ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച പ്രിന്റിംഗ് പ്രസ്സിലൂടെ എല്ലാവരിലേക്കും റിനൈസൻസിന്റെ ആശയങ്ങൾ എത്തിക്കാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. നെക്സ്റ്റ് നോക്കാം. The Renaissance which began in Italy at the 13th century brought about many changes in the field of literature, art, science and religion. അതായത് ഇറ്റലിയിൽ തുടങ്ങിയ നവോത്ഥാനം, റിനൈസൻസ് എന്ന് പറയുന്നത് കുറേയധികം ഏരിയാസിൽ ചേഞ്ച് ഉണ്ടാക്കി. ഹൂ ഈസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്? റിനൈസൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? പെട്രാർക്ക്. റൈറ്റ് ദ നെയിം ഓഫ് ടു മേജർ പെയിന്റേഴ്സ് ഓഫ് ദ റിനൈസൻസ് പീരിയഡ്. ടു മേജർ പെയിന്റേഴ്സ് എന്ന് പറയുമ്പോൾ ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ഏഞ്ചലോ, വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, അതാണ് റാഫേൽ. വാട്ട് ഈസ് റിനൈസൻസ്? റിനൈസൻസ് എന്നാൽ എന്ത്? The new spirit of humanism inspired unique thoughts on the universe and human life. It promoted reasoning and the spirit of inquiry. Consequently, a new awakening in all spheres of human life became visible in Europe and it is known as the Renaissance. ഹ്യൂമൻ ലൈഫിന്റെ എല്ലാ സ്ഫിയേഴ്സിൽ നിന്നും നോക്കിക്കാണുന്ന ഈ ഒരു കാഴ്ചപ്പാടിനെയാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. Geographical features have an important role in the formation of the lifestyle in the region. Constantinople, the capital of Eastern Roman Empire, has a unique place in the history of the world. The Turks conquered Constantinople in 1453. അതായത് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് വേർ ദ ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ്, ചരിത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? സെന്റർ ഓഫ് നോളജ്, അതായത് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളാർലി ടെക്സ്റ്റ്, അതായത് സ്കോളേഴ്സ്, പണ്ഡിതന്മാരുടെയും പണ്ഡിത ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്, അതായത് ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. വൈ ഡിഡ് ദ ആർട്ടിസ്റ്റ് ആൻഡ് സ്കോളേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഓപ്റ്റ് ഇറ്റലി അറ്റ് ദ ടൈം ഓഫ് ദെയർ മൈഗ്രേഷൻ? അതായത് നമ്മൾ കണ്ടു 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റൈറ്റേഴ്സും സ്കോളേഴ്സ് എല്ലാവരും എങ്ങോട്ടാണ് പോയത്? ഇറ്റലിയിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കാരണമായിട്ട് ഇറ്റലിയുടെ
ഫീച്ചേഴ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. എന്തൊക്കെയായിരുന്നു? ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന കൺട്രി ആയിരുന്നു. അതുപോലെ ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വർ ദ പാട്രൺസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. അപ്പോൾ സമ്പന്നരായ വ്യാപാരികൾ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ ഇതിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. ദീസ് ട്രേഡേഴ്സ് വർ കീൻ ടു പ്രിസർവ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. പാരമ്പര്യമായിട്ടുള്ള സംസ്കാരങ്ങളും അതുപോലെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. നെക്സ്റ്റ് നോക്കാം. ദ ഫോൾ ഓഫ് ദ കോൺസ്റ്റാന്റിനോപ്പിൾ ആൻഡ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ കോസ്ഡ് ദ ബിഗിനിങ് ഓഫ് റിനേസൻസ്. വൈ ഡിഡ് ഇറ്റലി ബിക്കം ദ സെന്റർ ഓഫ് റിനേസൻസ്? കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്സ് കോൺകർ ചെയ്തപ്പോൾ കുറെ പേര് ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അല്ലേ? സോ ഇറ്റലി എന്തുകൊണ്ടാണ് സെന്റർ ഓഫ് റിനേസൻസ് ആയി മാറിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇറ്റലിയുടെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഹെൽപ്ഡ് ഫോർ ദ ബിഗിനിങ് ഓഫ് റിനേസൻസ് ഇൻ യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിലെ റിനേസൻസ് തുടങ്ങാനായിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കുക. After the conquest of Constantinople by the Turks, many people, including the scholars, artists, and writers who had been concentrated, fled to the neighboring regions. A large number of them ended up in the Italian cities. നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ് അല്ലേ? ക്വസ്റ്റ്യൻസ് നോക്കാം. When did the Turks conquer Constantinople? എപ്പോഴാണ് ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്? 1453 വാട്ട് ഈസ് ദ പ്രസന്റ് നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിലെ ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താൻബുൾ. വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? ഇറ്റലിയിലേക്ക് എന്തുകൊണ്ടാണ് മൈഗ്രേറ്റ് ചെയ്തത്? അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇറ്റലിയുടെ ഫീച്ചേഴ്സ്. അത് ഇവിടെ എഴുതിയാൽ മതി. നെക്സ്റ്റ് നോക്കാം. Fine arts, literature and history in the medieval period were centered on religious ideology. Greek and Latin language considered elite and scholarly. Literature was fully based on religious ideology. Faith was more important than logical thinking. അതായത് ഈ പറയുന്നതൊക്കെ റിനേസൻസ് പീരിയഡിന് മുന്നേയുള്ള കാര്യങ്ങളാണ്. അതായത് ആർട്സ്, ലിറ്ററേച്ചർ, ഹിസ്റ്ററി ഇതിലെല്ലാം എന്തായിരുന്നു? റിലീജിയസ് ഐഡിയോളജി ആയിരുന്നു. അതായത് മതപരമായ ആശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവരെഴുതുന്ന ഗ്രന്ഥങ്ങളെല്ലാം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷകളിലായിരുന്നു. പിന്നെയോ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മുഴുവനായിട്ടും റിലീജിയസ് ഐഡിയോളജിയുടെ ബേസ് ചെയ്തിട്ടായിരുന്നു. വിശ്വാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇതൊക്കെ റിനേസൻസിന് മുന്നേയുള്ള കാര്യങ്ങളാണ്. ദ ഐഡിയോളജി ഓഫ് ഹ്യൂമനിസം എമേർജ്ഡ് ഡ്യൂറിങ് 13th century. വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഡ്യൂറിങ് ദിസ് പീരിയഡ്? അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ആർട്സ്, ലിറ്ററേച്ചർ ഇതിനൊക്കെ റിനേസൻസ് പീരിയഡ് ആയപ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? By the dawn of the 13th century, Latin and Greek gave way to regional languages like English, Spanish and French. അതായത് റിനേസൻസ് പീരിയഡിൽ ഈ ലാറ്റിൻ, ഗ്രീക്ക് തുടങ്ങിയ ഭാഷകൾ കൂടാതെ റീജിയണൽ ലാംഗ്വേജ് പ്രാദേശിക ഭാഷകളായിട്ടുള്ള ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെയോ ദ റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരിയഡ് അഡോപ്റ്റഡ് ദ ലൈഫ് ഓഫ് കോമൺ മാൻ ആസ് ദ സെൻട്രൽ തീം ഓഫ് ദെയർ വർക്ക്സ്. അപ്പോൾ ആദ്യം മതപരമായ ആശയങ്ങൾ മാത്രമാണ് റൈറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ പീരിയഡിൽ ലൈഫ് ഓഫ് ദ കോമൺ മാൻ, അതായത് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതമായിരുന്നു അവരുടെ വർക്ക്സിലൊക്കെ ഉണ്ടായിരുന്നത്. ദ ലിറ്ററേച്ചർ ഓഫ് ദിസ് പീരിയഡ് വാസ് നോ ലോങ്ങർ കൺഫൈൻഡ് ടു റിലീജിയൻ ആൻഡ് ഫിലോസഫി ബട്ട് ഗേവ് വേ ടു തീംസ് ദാറ്റ് ഡെപിക്റ്റഡ് ഡൈവേഴ്സ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് ഈ ലിറ്ററേച്ചർ സാഹിത്യത്തിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം അവരെന്തുപയോഗിക്കാൻ തുടങ്ങി? ഒരു ഹ്യൂമൻ ലൈഫിന്റെ, ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും, വൈവിധ്യമാർന്ന എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും വർക്കിനുള്ള തീംസ് ആയിട്ട് എടുക്കാനായിട്ട് തുടങ്ങി. സിമിലർ ചേഞ്ചസ് ഒക്കേർഡ് ഇൻ അതർ ആർട്ട് ഫോംസ് ലൈക്ക് പെയിന്റിംഗ് ആൻഡ് സ്കൾപ്ചർ. ചിത്രകലയിലും ശില്പവിദ്യയിലുമെല്ലാം ഇങ്ങനെയുള്ള ചേഞ്ചസ് വന്നു. സോ ഇതാണ് റിനേസൻസ് പീരിയഡിൽ വന്ന ചേഞ്ചസ്. നെക്സ്റ്റ്, ഹൂ were the major writers during Renaissance period? റിനേസൻസ് പീരിയഡിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയായിരുന്നു? പെട്രാർക്ക്, ദാന്തെ, ബൊക്കാച്ചിയോ,
ഇറാസ്മസ് തുടങ്ങിയവരായിരുന്നു. എ ന്യൂ അവേക്കനിങ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മെഡീവൽ പീരിയഡ് ഈസ് നോൺ ആസ് റിനൈസൻസ്. അതായത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലെ കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു പുതിയ ഉണർവുണ്ടായി. സോ അതിനെയാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ലാംഗ്വേജ് ഗ്രൂപ്പ് വാസ് കൺസിഡേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് എലൈറ്റ് ആൻഡ് സ്കോളർലി പീപ്പിൾ. അതായത് റിനൈസൻസിന് മുൻപ് ഏത് ലാംഗ്വേജ് ആണ്, ഏത് പണ്ഡിത ഭാഷകളാണ് ഉപയോഗിച്ചിരുന്നത്? ഗ്രീക്ക്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഗ്രീക്ക്, ലാറ്റിൻ, ഫ്രഞ്ച്. ഇതിൽ ഏതായിരുന്നു? ലാറ്റിൻ, ഗ്രീക്ക് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇൻ വാട്ട് വേസ് ഡിഡ് ദ റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ്? റിനൈസൻസ് പീരിയഡിൽ സയൻസ് എങ്ങനെയൊക്കെയാണ് ഹ്യൂമൻ ലൈഫിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഫോർമർലി ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്. ഭൂമിയാണ് യൂണിവേഴ്സിന്റെ കേന്ദ്രം എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ റിനൈസൻസ് പീരിയഡിലാണ് ഇത് ഫോൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്തത്. ആരായിരുന്നു പ്രൂവ് ചെയ്തത്? കോപ്പർനിക്കസ് propounded the theory of solar system and announced that the earth revolves around the sun. കോപ്പർനിക്കസ് തിയറി ഓഫ് സോളാർ സിസ്റ്റം ആവിഷ്കരിക്കുകയും എർത്ത് ആണ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് എന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഗലീലിയോ ഗലീലിയാണ് ടെലസ്കോപ്പ് വികസിപ്പിച്ചിട്ട് സയന്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്തത്. ഇതാണ് സയൻസിലെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ഒന്നുകൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണത്? ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ് അല്ലെ. ഇറ്റ് ബിക്കെയിം ഈസിയർ ടു പ്രൊപ്പഗേറ്റ് ദ റിനൈസൻസ് ideas widely among the masses with the invention of the printing press by Gutenberg. ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച പ്രിന്റിംഗ് പ്രസ്സിലൂടെ റിനൈസൻസിന്റെ ഐഡിയാസ് കുറെ പേരിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞു. സോ ഇത് രണ്ടുമാണ് സയൻസിന്റെ ഫീൽഡിൽ വന്നിട്ടുള്ള വലിയ ചേഞ്ചസ്. ഡെവലപ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കോസ്ഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. സയൻസിലും ടെക്നോളജിയിലും ഉണ്ടായ ഡെവലപ്മെന്റ്സ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമായി. പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ റിനൈസൻസ് ഹെൽപ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. റിനൈസൻസ് എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമായത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതാം. The Renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. Renaissance കാലത്ത് കുറേയധികം ന്യൂ മെഷീൻസ്, യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഈ യന്ത്രങ്ങളാണ് വളരെയധികം ഇമ്മൻസ് ചേഞ്ചസ്, വളരെയധികം മാറ്റം പ്രൊഡക്ഷന്റെ ഭാഗത്ത്, അതായത് ഉൽപാദന രംഗത്ത് കൊണ്ടുവന്നത്. കോൺസിക്വന്റ്ലി പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വൈൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്. അതായത് പ്രൊഡക്ഷൻ കൂടും, അതായത് ഉൽപാദനം കൂടും, അതോടൊപ്പം പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് നമുക്ക് ഉൽപാദന ചെലവ് കുറയുകയും ചെയ്തു. ഇതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻക്രീസ് ഓഫ് പ്രൊഡക്ഷൻ. ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഇൻഫ്ലുവൻസ്ഡ് ദ മാൻ ടു ഫൈൻഡ് ഔട്ട് റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. ഇതിനുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗിൻ? ഏത് രാജ്യത്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം ആരംഭിച്ചത്? എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു. What are the factors that led to the industrial revolution? Industrial revolution കാരണമായ factors എന്തൊക്കെയാണ്? The renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. Consequently, production increased while the cost of production decreased. Renaissance കാലത്ത് ഉണ്ടായ ശാസ്ത്രത്തിന്റെ വളർച്ച പുതിയ മെഷീൻസ് കണ്ടുപിടിക്കാൻ കാരണമായി. ഇങ്ങനെ പുതിയ മെഷീൻസ് വന്നപ്പോൾ അത് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ്റെ ഫീൽഡിൽ ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, അതോടൊപ്പം കോസ്റ്റ്, അതായത് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുകയും ചെയ്തു, കുറയുകയും ചെയ്തു. വാട്ട് ആർ ദ മേജർ ഇൻവെൻഷൻസ് ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫ്ലൈയിങ് ഷട്ടിൽ, സ്പിന്നിങ് ജെന്നി, സ്റ്റീം എഞ്ചിൻ, ലോക്കോമോട്ടീവ് തുടങ്ങിയവയായിരുന്നു. Advances in science following the Renaissance led to the invention of new machines. Such changes in production were known as the Industrial Revolution. അല്ലെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗിൻ? അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എവിടെ നിന്നാണ് ആരംഭിച്ചത്? എവിടെ നിന്നായിരുന്നു? ഇംഗ്ലണ്ടിൽ നിന്നായിരുന്നു. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ ബേസ്ഡ് ഓൺ ദ ഇൻവെൻഷൻസ് ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോൾ ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട ടേബിളാണ് നമ്മുടെ ടെക്സ്റ്റിൽ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് പഠിച്ചു വെക്കുക. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ. നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസിൽ കാണാൻ കഴിയുന്നത്. സോ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ട്
ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം അതെങ്ങനെയാണ് വരിക എന്ന് ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യത്തെ ഭാഗത്ത് എന്തൊക്കെയായിരുന്നു ഉള്ളത്? കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെ, പ്രസന്റ് ഇസ്താൻബുൾ. അപ്പൊ ഇത് നോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്താൻബുൾ എന്നാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ആയിരുന്നു. ഇതിന് കുറച്ച് യൂണീക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെന്റർ ഓഫ് നോളജ്, അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളാർലി ടെക്സ്റ്റ്, ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ടർക്സ് എപ്പോഴാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്? 1453 ആരാണ് കീഴടക്കിയത്? ടർക്സ് ആണ്. കീഴടക്കിയതോടെ ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയറുടെ ഫോൾ ആണ് ഉണ്ടായത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സ്കോളേഴ്സ്, ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ് ഇവരെല്ലാവരും മൈഗ്രേറ്റ് ചെയ്തത് എവിടേക്കാണ്? ഇറ്റലിയിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്തത്. ഇനി എന്തുകൊണ്ടാണ് ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്? ഇറ്റലിയുടെ ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത്. ഏതൊക്കെയാണ്? ഇറ്റലി വാസ് എ കൺട്രി that upheld the rich Greco-Roman tradition. Rich Italian traders were the patrons of art, literature and culture. These traders were keen to preserve the historical and cultural heritage. So ഇത്രയാണ് ഈ ഭാഗത്ത് നിന്ന് നോക്കേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഇത് റിനൈസൻസ് എന്ന ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് നോക്കേണ്ടത്? റിനൈസൻസിന് മുൻപ് ആർട്ട്, ലിറ്ററേച്ചർ, ഹിസ്റ്ററി ഇതിലെല്ലാം റിലീജിയസ് ഐഡിയോളജി ആയിരുന്നു. അതായത് മതപരമായ ആശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രീക്ക് ആൻഡ് ലാറ്റിനിലായിരുന്നു എഴുതിയിരുന്നത്. പക്ഷെ പിന്നീട് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് മാറിയിട്ട് ഏത് ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ തുടങ്ങി? ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ റൈറ്റേഴ്സ് അഡോപ്റ്റ് ചെയ്ത തീം എന്തായിരുന്നു? ലൈഫ് ഓഫ് ദ കോമൺ മാൻ. ഇതായിരുന്നു അവരുടെ വർക്ക്സിന്റെ ഒക്കെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഈ മാറ്റങ്ങൾ ബാക്കിയുള്ള എല്ലാ ഏരിയാസിലേക്കും വരാനായിട്ട് തുടങ്ങി. ഫോംസ് ലൈക്ക് പെയിന്റിംഗ്, സ്കൾപ്ചർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കോമൺ മാന്റെ ജീവിതം ഡെപിക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി ഇങ്ങനെയുള്ള ഒരു വിഷൻ ആണ് എന്ത്? ഹ്യൂമനിസം എന്ന് പറയുന്നത്. പിന്നെ നോക്കാനുള്ളത് റിനൈസൻസ് ആണ്. അതായത് ഒരു ന്യൂ അവേക്കനിങ് ആണ്. ഹ്യൂമൻ ലൈഫിന്റെ എല്ലാ ഭാഗത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു പുതിയ ഉണർവുണ്ടല്ലോ, അതാണ് എന്ത്? റിനൈസൻസ്. അത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? യൂറോപ്പിലാണ്. ഇത്രയാണ് ഈ ഭാഗത്ത് നിന്ന് നോക്കാനായിട്ടുള്ളത്. ഇനി റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ. ഇവിടെ ഫാദർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെടുന്ന ആരാണ്? പെട്രാർക്കാണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതിയാണ് സീക്രട്ടം. അതേപോലെ റൈറ്റേഴ്സും അവരുടെ വർക്ക്സും നോട്ട് ചെയ്ത് വെക്കണം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും. സോ ഇവിടെ തന്നിട്ടുണ്ട് പെട്രാർക്ക്, സീക്രട്ടം, ദാന്തെ, ഡോൺ ക്യുക്സോട്ട്, ബൊക്കാച്ചിയോ, ദ ഡെക്കാമറോൺ, സെർവാന്തെ, ദ ഡിവൈൻ കോമഡി, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഹോളി. സോ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആർട്ടിസ്റ്റ് അതുപോലെ അവരുടെ വർക്ക് അത് ഏത് ഫീൽഡാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഈ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാം. റിനൈസൻസ് ഇൻ സയൻസ്. സയൻസിന്റെ ഭാഗത്ത് റിനൈസൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്? എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കണ്ടിരുന്നു. അതായത് ആദ്യം വിചാരിച്ചിരുന്നത് എർത്ത് ആണ് സെന്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്നായിരുന്നു. എന്നാൽ പിന്നീട് കോപ്പർനിക്കസ് ആണ് യൂത സിദ്ധാന്തം, തിയറി ഓഫ് സോളാർ സിസ്റ്റം പ്രപ്പോണ്ട് ചെയ്തത് കോപ്പർനിക്കസ് ആണ്. എന്നിട്ട് പറഞ്ഞു എർത്ത് ആണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്ന്. പിന്നീട് ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് ഇൻവെന്റ് ചെയ്തു. എന്നിട്ട് സയന്റിഫിക് ആയിട്ട് അത് തെളിയിച്ചു. കോപ്പർനിക്കസ് പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിച്ചു. ആണ് സയൻസിന്റെ ഒരു മാറ്റം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അപ്പൊ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതിലൂടെ റിനൈസൻസ് ഐഡിയാസ് കുറെ പേരിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയി. സോ ഈ രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയാണ് ഇതിലുള്ളത്. റീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മതനവീകരണം. അപ്പൊ അതെന്താണെന്ന് ചോദിക്കാം. അതായത് 16th സെഞ്ച്വറിയിൽ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. സോ അതിനെയാണ് റീഫോർമേഷൻ എന്ന് പറയുന്നത്. റീഫോർമേഷൻ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതർ ആണ്. പിന്നെ ഈ റീഫോർമേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ജർമ്മനിയിലാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇംഗ്ലണ്ടിലായിരുന്നു അല്ലേ. അപ്പോൾ റീഫോർമേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ജർമ്മനിയിൽ. പിന്നെ റിനൈസൻസ് സ്റ്റാർട്ട് ചെയ്തത് യൂറോപ്പിൽ. നെക്സ്റ്റ്, ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്സ്. യൂറോപ്യൻ ട്രേഡേഴ്സിന് സീ റൂട്ട്സ് കണ്ടുപിടിക്കാൻ അത്യാവശ്യമായിട്ട് വന്നൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്താണ് ഇവരെ ഈ റൂട്ട്സ് ഡിസ്കവർ ചെയ്യാനായിട്ട് നിർബന്ധിതരാക്കിയത്? സീ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നെസസിറ്റേറ്റ് ചെയ്തത് എന്താണ് എന്ന് ചോദിക്കാം. എന്തായിരുന്നു? നമുക്കറിയാം ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ കോൺകർ ചെയ്തു
1453 അല്ലേ. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ കോൺകർ ചെയ്തതോടെ ഡിസ്മാൻഡിൽഡ് ദ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. ടർക്സ് കോൺകർ ചെയ്തതോടെ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം, ഈ ട്രേഡ് റിലേഷൻ എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി. സോ അതുകൊണ്ടാണ് അവർക്ക് സീ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വന്നത്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസിൽ കണ്ടു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ്? സയൻസിൽ കുറേ അധികം ഇൻവെൻഷൻസ് ഉണ്ടായി. അങ്ങനെ കുറേ അധികം മെഷീൻസ്, പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. ഈ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതോടെ പ്രൊഡക്ഷന്റെ ഫീൽഡിൽ അത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി. യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപാദനം നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്, അതായത് ഉൽപാദനം കൂടി, അതോടൊപ്പം പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു. പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള ചെലവ് കുറയുകയും ചെയ്തു. ഉൽപാദന രംഗത്തെ, പ്രൊഡക്ഷന്റെ രംഗത്തുണ്ടായ ഒരു വലിയൊരു മാറ്റമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇംഗ്ലണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഈ ടേബിൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും നോട്ട് ചെയ്ത് വെക്കുക. സോ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഇതെല്ലാം എന്തായാലും മിസ് ചെയ്യാതെ പഠിക്കുക.